രസാസി ഹവാസ് ക്രോം. ആഴ്ചയിലാണ് ഈ സാധനം ഒരു രസാസി പുതിയ പെർഫ്യൂം ഇറക്കുന്നത്. അതിൽ ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവത്തില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെർഫ്യൂമാണ് ഇത്. ഞാൻ കഴിഞ്ഞ തവണ ഗ്രൂപ്പിലിട്ടിരുന്നു, റിവ്യൂ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഗ്രൂപ്പിലിട്ടിരുന്നു. ഇതൊരു ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. കാരണം സെർജ് ഓഫ് എർബാപുരയുടെ ഒരു ഇൻസ്പയർഡ് പെർഫ്യൂമാണ്. എർബാപുരയുടെ ഒരു ഇൻസ്പയർഡ് പെർഫ്യൂം നിങ്ങൾക്കറിയാം, ആംബറൂദ്, അതുപോലെ തന്നെ കുറച്ചധികം പെർഫ്യൂം ഉണ്ട്. പക്ഷേ അതെങ്കിൽ പോലും 5000-6000 രൂപ നമ്മൾ മുടക്കേണ്ടി വരും. എന്നാൽ ഇത് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു 3500-ന് ഈ ഒരു പെർഫ്യൂം അവരിറക്കി. നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ പറയാം, സെർജ് ഓഫ് എർബാപുര ഒരു സിന്തറ്റിക് ആണെങ്കിൽ ഇത് സൂപ്പർ സിന്തറ്റിക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. പക്ഷേ അതൊരു നീഷ് പെർഫ്യൂം കളക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ പെർഫ്യൂം ഉപയോഗിക്കുന്നവർ, അവരെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ സിന്തറ്റിക് എന്ന ഒരു ഘടകം ബാധകമാകുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ച്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂംസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതവർ നോക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ മുടക്കുന്നത് 3500 രൂപയാണ്. ആ ഒരു വിലയ്ക്ക് തത്തുല്യമായിട്ടുള്ള പെർഫോമൻസും ലോങ്ജിവിറ്റിയും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എപ്പോൾ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ് രസാസി ഹവാസ് ക്രോം. ബോക്സിനെ കുറിച്ച് പറയാനൊന്നുമില്ല. എനിക്ക് തോന്നിയത് ഈ വർഷം ഇറങ്ങിയ പെർഫ്യൂം 2026 ഇറങ്ങിയൊരു ക്രോം പോലെ സ്വച്ഛ സ്ഫടികമായ ഒരു ബോട്ടിൽ ഫിനിഷ്, കണ്ണാടി പോലെയാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണാടിയായിട്ട് ഉപയോഗിക്കാം. ഈ ബോട്ടിൽ തീരുന്നവർക്ക് വീട്ടിൽ കണ്ണാടിയായിട്ട് ഉപയോഗിക്കാം. പാച്ച് കോഡും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ രസാസി എന്ന് കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് മെറ്റലാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും ഒന്നും വിശദീകരിക്കുന്നില്ല, വെറുതെ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. കാരണം എർബാപുരയുടെ മണം എന്താണോ, എർബാപുര നിങ്ങൾക്കറിയാം, എർബാപുര ഒരു സിന്തറ്റിക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. 16,500 എൻ്റെ വില വരുന്നത്. 16,500 രൂപയ്ക്ക് അത് സിന്തറ്റിക് ആയിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് ഇഷ്ടപ്പെടാൻ കാരണം മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു DNA. എന്താണ് മാസ് അപ്പീലിംഗ്? എല്ലാവരും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു DNA. അതുകൊണ്ടാണ് അതിനെ മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള DNA എന്ന് പറയുന്നത്. പെർഫ്യൂം ഇഷ്ടപ്പെടാത്തവർക്ക് പോലും സെർജ് ഓഫ് എർബാപുരയുടെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ആസ്വാദികരമായ മണമാണ്, പ്ലസന്റ് സ്മെല്ലാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങിയ ഒരു മണം, നമുക്ക് വല്ലാതെ കണക്ട് ചെയ്യുന്ന ഒരു മണമായതുകൊണ്ടാണ് സെർജ് ഓഫ് എർബാപുര ഒരു ഹാപ്പി പെർഫ്യൂമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അതിലെ ആ ഒരു സിന്തറ്റിക് ഫാക്ടർ ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഒരു മാസ് അപ്പീലിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. ഇവിടെ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മാറ്റിവെക്കുക, പക്ഷേ ഇതിൻ്റെ മണം നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം. അതുപോലെ തന്നെ പല നീഷ് പെർഫ്യൂംസൊക്കെ വളരെ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്നവർ പോലും എർബാപുരയ്ക്ക് മുകളിൽ ഈ ഒരു പെർഫ്യൂം കമൻറ്റിൽ അല്ലെങ്കിൽ അവരത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. അവർ ഉള്ളതുപോലെ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്കത് വിശ്വസയോഗ്യമായിട്ട് തോന്നി. ഞാനും അത് തന്നെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഫ്രഷ് പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ പുറത്തുള്ളവർ അറിയത്തില്ല നിങ്ങൾ എർബാപുര ആണ് അടിച്ചതെന്നൊന്നും അറിയത്തൊന്നുമില്ല, ചോദിക്കത്തുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതെ എർബാപുര ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് അടുത്ത് നിൽക്കുന്ന എർബാപുര അടിച്ചിട്ട് വന്നു എന്നൊരു തോന്നലുണ്ടാവും. ഇനി സ്പ്രെയർ നല്ല സ്പ്രെയറാണ്. ഇതിൻ്റെ മണം ഒരു ഫ്രൂട്ടി കോക്ടെയിൽ മോഹിറ്റോ അതിൻ്റെ ഒരു മണമാണ്. അതിനോടൊപ്പം തന്നെ ഈ യു എസിലൊക്കെ അല്ലെങ്കിൽ UK എന്നൊക്കെ വരുമ്പോൾ അവരുടെ പെട്ടി പൊട്ടിക്കുമ്പോൾ ഒരു മണം വരാറുണ്ട്, ഒരു ക്ലീൻ ഫ്രഷ് ഒരു സ്മെൽ. അത് പ്രത്യേകിച്ച് US, ഞാൻ പറഞ്ഞ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ ലഗേജൊക്കെ പൊട്ടിക്കുമ്പോഴാണ് ഇത്തരം പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ ഈ ഒരു മണം വരാറുണ്ട്. ഒരു പ്ലസന്റ് സ്മെൽ. അത് എന്ത് കാറ്റഗറി പെടുത്തും നമുക്കറിയില്ല, പക്ഷെ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു മണമാണ് അത്. ആ ഒരു ഹാപ്പിനെസ് തരുന്ന മണം ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം ടോട്ടലി നോക്കുമ്പോൾ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ്, ഷമാം അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, പേരയ്ക്ക, സബർജല്ലി, പ്ലംസ്, ഇതൊക്കെ ചേർത്ത് വെച്ചൊരു ജ്യൂസ് അടിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കുറച്ചൊരു മിൽക്ക് കൂടി ചേർക്കും, പാലും കൂടി ചേർത്ത് വെച്ച് അടിക്കുമ്പോൾ ഒരു മിൽക്കി ഫ്രൂട്ടി ഷെയ്ക്കിൻ്റെ ഒരു മണമാണ് ഇതിൻ്റെ മണം. അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. അപ്പോൾ ഇതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടും. എടുത്ത് പറയേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് വർത്തായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. 3500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓഫീസിൽ, പ്രത്യേകിച്ച് IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ, പുറത്തൊക്കെ പോയിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ, പിന്നെ ഒരുപാട് ആളുകളെ അടുത്ത് നിന്ന് കണ്ട് സംസാരിക്കേണ്ട സാഹചര്യം ഉള്ള ജോലികൾ, അത്തരം ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർ, അതുപോലെ തന്നെ അധ്യാപകരായിട്ടുള്ള അങ്ങനെയുള്ള ജോലികൾ കൈകാര്യം ചെയ്യുന്നവർ, അവർക്കൊക്കെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ഒരു പെർഫ്യൂം അവർക്ക് ചേരുന്നൊരു പെർഫ്യൂമാണ്. ഒരു ഹാപ്പിനെസ് തരുന്നൊരു മണമാണ്. നിങ്ങൾക്ക് എത്ര തവണ ടോപ്പപ്പ് ചെയ്താലും ഒരിക്കലും മടുപ്പുണ്ടാവില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 16,500 രൂപയ്ക്ക് എർബാപുര വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം 3,500 രൂപയ്ക്ക് ഈ ഒരു പെർഫ്യൂം വാങ്ങിയിട്ട് ബാക്കി പണം മറ്റേതെങ്കിലും പെർഫ്യൂമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊക്കിനൊതുങ്ങുന്ന ഒരു നീഷ് പെർഫ്യൂമിനോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് തുറന്നു പറയാൻ കാരണം എർബാപുര വാങ്ങിയാലും എന്തുണ്ട്, സിന്തറ്റിക് ആണ്. ഇത് വാങ്ങിയാലും എന്താണ്, സിന്തറ്റിക് ആണ്. രണ്ടിൻ്റെ മണം എന്താണ്, രണ്ടും സെയിം ആണ്. രണ്ടിൻ്റെ പെർഫോമൻസ് എന്നോ, രണ്ടും പെർഫോമൻസ് സെയിം തന്നെയാണ്.
അപ്പോൾ പിന്നെ നിങ്ങൾ എർബാപ്പുര വാങ്ങണോ? വേണ്ട, ഇത് വാങ്ങിയാൽ മതി. എർബാപ്പുരയുടെ ക്ലോൺ ആയിട്ടുള്ള മറ്റ് പെർഫ്യൂം വാങ്ങണോ? വേണ്ട, ഇത് വാങ്ങിയാൽ മതി. കാരണം അതും സിന്തറ്റിക്, ഇതും സിന്തറ്റിക്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന പെർഫ്യൂം വാങ്ങാൻ നമുക്ക് നല്ലത്. അപ്പം ഈ ഒരു പെർഫ്യൂം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പെർഫ്യൂമാണ്. ഇത് ഗേൾസിനും യൂസ് ചെയ്യാം, ഓഫീസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്കും ഉപയോഗിക്കാം. ഞാൻ ഈ പറയുന്ന ഒരു ഫ്രഷ് പെർഫ്യൂമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ടിസിയാന ടെറൻസി, അതിൻ്റെ എക്സാക്ട് മണമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ആ മണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും നിങ്ങളുടെ പൈസ എന്തായാലും പോവില്ല. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. 5 ml 10 ml ഡീക്കൻ്റ് അവൈലബിൾ ആണ്. നിങ്ങളൊരു 5 ml വാങ്ങുക, അല്ലെങ്കിൽ 10 ml വാങ്ങുക. വർക്കൗട്ട് ആകുന്നുണ്ടോ നോക്കുക. എൻ്റെ അഭിപ്രായം മാത്രം നിങ്ങൾ മാനദണ്ഡമാക്കരുത്. പെർഫ്യൂം വാങ്ങുന്നത് നിങ്ങളും കൂടെ ട്രൈ ചെയ്യണം. 5 ml 10 ml ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫുൾ ബോട്ടിൽ വാങ്ങണം വേണ്ടെന്ന് തീരുമാനിക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അതോടൊപ്പം തന്നെ വാട്സാപ്പ് നമ്പർ മെൻഷൻ ചെയ്യാം. ഗിവ് അവേക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത പെർഫ്യൂം ഗിർലാൻ ഊദ് എസൻഷ്യൽ ആണ്. വീഡിയോയുടെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. 106 കമൻറ്റ്, പിക്ക് റാൻഡം യൂട്യൂബ് കമൻറ്റ്. മല്ലു അരുൺ എന്ന നമ്മുടെ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് മിക്കവാറും വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന പുള്ളിയാണ് ആദ്യം. അപ്പോൾ അദ്ദേഹത്തിനാണ് നമുക്ക് പെർഫ്യൂം അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കമൻറ്റിൽ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി. നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ പെർഫ്യൂംസ്, ഇപ്പോൾ ഡിസൈനർ പെർഫ്യൂംസ് ഒക്കെ ഗിവ് അവേ ആയിട്ട് ഓരോ മാസം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും കൂടുതൽ പെർഫ്യൂമുകളുമായിട്ടും കൂടുതൽ ഗിവ് അവേ ആയിട്ടും മുന്നോട്ട് വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നാണ് ശരിക്കും നമുക്ക് ഈ പെർഫ്യൂം കിട്ടിയത്, അഫ്നാൻ സുപ്രീമസി കളക്ടേഴ്സ് എഡിഷൻ. അല്ലെങ്കിൽ ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. പെർഫ്യൂം എത്തിയത് ഇന്നാണ്. അവർ ഹോൾഡ് ചെയ്ത് വെച്ചു കൊറിയർ. അപ്പം അഫ്നാൻ സുപ്രീമസി കളക്ടേഴ്സ് എഡിഷൻ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ്. ഏകദേശം 4500 രൂപയാണ് അഫ്നാൻ സുപ്രീമസി കളക്ടേഴ്സ് എഡിഷൻ്റെ വില വരുന്നത്. നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കോംപ്ലിമെൻ്റ് കാര്യം എടുത്താലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫ്യൂമാണ് അഫ്നാൻ സുപ്രീമസി കളക്ടേഴ്സ് എഡിഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉണ്ണിയേട്ടൻ വീഡിയോ കണ്ടതിന് ശേഷം കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.